പറയേ. ഇല്ല കാശ് ചോദിക്കണ്ട, എൻ്റെ കയ്യിൽ ഇല്ല. എൻ്റെ അടുത്ത് ആകെ 2000 രൂപ തമിഴിന് കൊടുക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. പാലിൻ്റെ അല്ലേ, അത് നീ അച്ഛൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചു കൊടുക്ക്. എൻ്റെ കയ്യിലില്ല, നീ ഒന്ന് വെച്ചേ. അജയ സുജേ പൂരത്തിന് വന്നാ? നീ എപ്പത്തി? ഞാൻ ഇന്നലെ. എങ്ങനെയുണ്ട് നിന്റെ ബിസിനസ് ഒക്കെ? കഴിഞ്ഞ തവണ വന്നപ്പോ കുറച്ച് മോശാന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം പൂരത്തിന് വന്നപ്പോ ബിസിനസ് കുറവാന്ന് ഇവിടെ നാട്ടുകാരോടൊക്കെ പറഞ്ഞു കൊടുത്തു, നാറ്റിച്ചു. ഇപ്രാവശ്യം തള്ളി മറിക്കാം. നീ എന്താ ആലോചിക്കണേ? ഇല്ല, നീ എന്താ ചോദിച്ചേ? നിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന്. ബിസിനസ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, ഇപ്രാവശ്യം നല്ല ബിസിനസ്സാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇത്തിരി ബുദ്ധിമുട്ടില്ലായിരുന്നു, ഇപ്രാവശ്യം അത് തന്നെ ശരിയായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തു, ബിസിനസ് ഒക്കെ ഇങ്ങോട്ട് പ്രൊമോട്ടായി. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അതാണ് അവസ്ഥ. നീ എന്താ ആലോചിക്കണേ ഞാൻ പറയട്ടെ? ഇത്ര കാശുണ്ടെങ്കിൽ നീ എന്താ വീട് വെക്കാത്ത, നീ എന്താ പുതിയ കാർ വാങ്ങിക്കാത്തന്നല്ലേ? സുജയ്, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ആർഭാടമായിട്ടുള്ള ജീവിതത്തിലല്ല കാര്യം, മറ്റുള്ളവരെ സഹായിക്കുന്നതിലാണ്. നമ്മൾ നമ്മുടെ ആർഭാട ജീവിതങ്ങളെക്കാട്ടിലും മറ്റുള്ളവരെ സഹായിക്കുക, അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ലക്ഷ്യം. അതേതായാലും നന്നായി അജയ. മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള മനസ്സുണ്ടല്ലോ, അതാണ് നിന്നെ വലിയവനാക്കണം. സുജയ്, ഇത് നോക്ക്, ഈ 2000 രൂപ ഡെയിലി ഏതെങ്കിലും പാവങ്ങൾക്ക് ഞാൻ ഈ 2000 കൊടുക്കും, എന്നാലും എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. നല്ലവൻ. ഇതൊക്കെ എന്ത്? എന്നാ ഇന്നത്തെ 2000 എനിക്കിരിക്കട്ടെ. അല്ല ഞാനാണെങ്കിൽ ആരോടാ ചോദിക്കാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടുണ്ടേ. ശരിടാ, അടുത്ത പൂരത്തിന് കാണാം. അയ്യോ അണ്ണാ, அந்த வட்டி 2000 கேஷா கூகுள் பேயா?